ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ, പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസമായില്ലേ സെൻറ്റൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ്, അതുപോലെ തന്നെ അതെങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം റിപ്പീറ്റ് ചെയ്ത് ഫ്ലുവൻ്റ് ആക്കാൻ ശ്രമിക്കുക. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഞാൻ സമ്മതിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും അല്ലേ? ഞാൻ സമ്മതിക്കുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? യെസ്, ഐ എഗ്രി. ഞാൻ സമ്മതിക്കുന്നു. ഐ എഗ്രി. ഇനി ഞാൻ വിസമ്മതിക്കുന്നു എന്നെങ്ങനെ പറയാം? സമ്മതിക്കുന്നു എന്നതുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വിസമ്മതിക്കുന്നു. ഞാൻ വിസമ്മതിക്കുന്നു. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? എഗ്രി എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസഗ്രി. അപ്പം സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വിസമ്മതിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഡിസഗ്രി. ഞാൻ വിസമ്മതിക്കുന്നു. ഐ ഡിസഗ്രി. ക്ലിയർ അല്ലേ? അവൾ വീട്ടിലില്ല. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? അവൾ വീട്ടിലില്ല. എങ്ങനെ പറയാം? യെസ്, ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. അവൾ വീട്ടിലില്ല. ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. അവൾ വീട്ടിലില്ല. ഇനി അതേ സ്ഥാനത്ത് അവൻ വീട്ടിലില്ല. എങ്ങനെയാണ് നമ്മൾ പറയുക? അവൻ വീട്ടിലില്ല. അവൾ ഒക്കെ നമ്മൾ എങ്ങനെ പറയാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അതുപോലെ അവൻ വീട്ടിലില്ല എങ്ങനെ പറയാം? ഒരൊറ്റ ചേഞ്ചേ വരുന്നുള്ളൂ. അവൾ വീട്ടിലില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ പറഞ്ഞു? ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. അപ്പോൾ അവൻ വീട്ടിലില്ല എന്നുള്ളതിന് എന്ത് മാറ്റം മാത്രമേ വരുന്നുള്ളൂ? അവൾ എന്നുള്ളത് മാറ്റി അവൻ എന്നാവുന്നു അല്ലേ? അപ്പം എങ്ങനെ അത് ഇംഗ്ലീഷിൽ സെൻറ്റൻസിലേക്ക് പറയാം? ഹി ഈസ് നോട്ട് അറ്റ് ഹോം. അവൻ വീട്ടിലില്ല. ഹി ഈസ് നോട്ട് അറ്റ് ഹോം. ഇനി അവർ എന്നാകുമ്പോൾ എങ്ങനെ പറയാം? അവർ വീട്ടിലില്ല. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പം ഈസ് എന്നുള്ളത് മാറി എന്താകുന്നു? ഈസ് മാറി ആറാകുന്നു. അതുപോലെ തന്നെ ഹി എന്നുള്ളതിൻ്റെ ആ ഭാഗത്ത് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അവർ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ദേ. അപ്പോൾ സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് അവർ വീട്ടിലില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക? ദേ ആർ നോട്ട് അറ്റ് ഹോം. അവർ വീട്ടിലില്ല. ദേ ആർ നോട്ട് അറ്റ് ഹോം. ഇനി അതുപോലെ ഒരു പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ പേര് സൂര്യ വീട്ടിലില്ല. എങ്ങനെ പറയാം? സൂര്യ ഈസ് നോട്ട് അറ്റ് ഹോം. സൂര്യ വീട്ടിലില്ല. എങ്ങനെ പറയാം? സൂര്യ ഈസ് നോട്ട് അറ്റ് ഹോം. അത് ക്ലിയർ ആയില്ലേ? എനിക്ക് ഒരു ധാരണയുമില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് ഒരു ധാരണയുമില്ല. ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് ഒരു ധാരണയുമില്ല. ഐ ഹാവ് നോ ഐഡിയ. നിങ്ങൾ എൻ്റെ ഫോൺ കണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾ എൻ്റെ ഫോൺ കണ്ടോ? ഡിഡ് യു സീ മൈ ഫോൺ? നിങ്ങൾ എൻ്റെ ഫോൺ കണ്ടോ? നിങ്ങളുടെ ഫോൺ ഇവിടെയുണ്ട്. എങ്ങനെ പറയാം? യുവർ ഫോൺ ഈസ് ഹിയർ. നിങ്ങളുടെ ഫോൺ ഇവിടെയുണ്ട്. യുവർ ഫോൺ ഈസ് ഹിയർ. നിങ്ങളുടെ ഫോൺ ഇവിടെയുണ്ട്. ക്ഷമിക്കണം, ഇത് വീണ്ടും സംഭവിക്കില്ല. എങ്ങനെ പറയാം? സോറി, ഇറ്റ്സ് വോണ്ട് ഹാപ്പൻ
again. ക്ഷമിക്കണം, ഇത് വീണ്ടും സംഭവിക്കില്ല. Sorry, it won't happen again. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? It's all my fault. It's all my fault. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. It's all my fault. അവൻ ഇതുവരെ എത്തിയില്ലേ? അവൻ ഇതുവരെ എത്തിയില്ലേ? Didn't he reach yet? Didn't he reach yet? Didn't he reach yet? അവൻ ഇതുവരെ എത്തിയില്ലേ? Didn't he reach yet? അത് സാരമില്ല. It doesn't matter. അത് സാരമില്ല. It doesn't matter. അത് സാരമില്ല. It doesn't matter. അനങ്ങരുത്. അനങ്ങരുത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? Don't move. Don't move. അനങ്ങരുത്. Don't move. എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാമോ? എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാമോ? Can you hold my bag? Can you hold my bag? എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാമോ? Can you hold my bag? കോൾ എടുക്കുക. കോൾ എടുക്കുക. Pick up the call. Pick up the call. കോൾ എടുക്കുക. Pick up the call. എന്നെ തിരിച്ച് വിളിക്കുക. എന്നെ തിരിച്ച് വിളിക്കുക. എങ്ങനെയാ പറയുക? എന്നെ തിരിച്ച് വിളിക്കുക. Call me back. Call me back. എന്നെ തിരിച്ച് വിളിക്കുക. Call me back. ഉറക്കെ സംസാരിക്കുക. ഉറക്കെ സംസാരിക്കുക. Speak up. Speak up. ഉറക്കെ സംസാരിക്കുക. Speak up. Speak up. ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും വരും. I'll come again. I'll come again. I will come again. ഞാൻ വീണ്ടും വരും. I'll come again. നമുക്കൊരു ചായ കുടിക്കാം. നമുക്കൊരു ചായ കുടിക്കാം. Let's have a cup of tea. Let's have a cup of tea. നമുക്കൊരു ചായ കുടിക്കാം. Let's have a cup of tea. Let's have a cup of tea. നമുക്കൊരു ചായ കുടിക്കാം. Let's have a cup of tea. ഇത് എൻ്റെ ഒരു സന്തോഷം. ഇത് എൻ്റെ ഒരു സന്തോഷം. നമ്മൾ എന്തെങ്കിലും ഒരു പാരിതോഷികം ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഇത് എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് നീ വെച്ചോ എന്നൊക്കെ പറയൂ അല്ലേ? ഇത് എൻ്റെ ഒരു സന്തോഷം. എങ്ങനെ പറയാം? ഇറ്റ്സ് മൈ പ്ലഷർ. ഇറ്റ്സ് മൈ പ്ലഷർ. ഇറ്റ്സ് മൈ പ്ലഷർ. ഇത് എൻ്റെ ഒരു സന്തോഷം. ഇറ്റ്സ് മൈ പ്ലഷർ. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. I'm also coming with you. I'm also coming with you. I'm also coming with you. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. I'm also coming with you. I'm also coming with you. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. നമ്മൾ എപ്പോൾ അവിടെ എത്തും? നമ്മൾ എപ്പോൾ അവിടെ എത്തും? When will we reach there? When will we reach there? നമ്മൾ എപ്പോൾ അവിടെ എത്തും? When will we reach there? When will we reach there? നമ്മൾ എപ്പോൾ അവിടെ എത്തും? എനിക്കിത് വേണ്ട. എനിക്ക് ഇത് വേണ്ട. എങ്ങനെ പറയും? I don't want this. I don't want this. I don't want this. എനിക്കിത് വേണ്ട. എനിക്കിത് വേണ്ട. I don't want this. ഇനി എനിക്ക് സങ്കടമില്ല. എനിക്ക് സങ്കടമില്ല. എങ്ങനെ പറയാം? I'm not sad. I'm not sad. എനിക്ക് സങ്കടമില്ല. എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്ന് പറയൂലേ പലപ്പോഴും നമ്മൾ. എനിക്കൊരു സങ്കടവും ഇല്ല. I'm not sad. I'm not sad. എനിക്ക് സങ്കടം ഇല്ല. സോ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ്. അപ്പം നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എല്ലാം നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ തരുന്ന വിലയേറിയ കമൻസ്, അതുപോലെ തന്നെ ലൈക്ക്, ഇതൊക്കെയാണ് നമുക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഫീസും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. ഇത്തരം ലൈക്കുകൾ, കമൻറ്റുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മോട്ടിവേഷൻ തരാനായിട്ട് ആരും വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. തുടർന്നും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.